നമ്മുടെ കേരളത്തിൽ ആടിനെ പട്ടിയാക്കുകയും പിന്നെ പേപ്പട്ടിയാക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുടെയൊക്കെ തന്നെ മാധ്യമ പ്രവർത്തനമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ പൊതുവെ ഒരു വ്യവസ്ഥാപിത മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നുമല്ല, ഇപ്പോൾ മുഖ്യധാര അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള പത്രങ്ങളോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളൊക്കെ കൊടുക്കുന്ന വാർത്തകളൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ അതിലൊക്കെ എന്തെങ്കിലും ശരിയുണ്ടാകാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഒരു വാർത്തയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തുലച്ച് കളയും എന്ന് പറയുന്ന ധിക്കാരമൊക്കെ തന്നെ മിക്ക റിപ്പോർട്ടേഴ്സിനൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ വലിയ ശക്തിയില്ലാത്ത ആളുകളൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളുടെ പേരിൽ, തെറ്റായ വാർത്തകളാണെങ്കിലും അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബം കൊളന്നുകൊണ്ടുകയൊക്കെ ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് ഞാൻ സംസാരിക്കാൻ വന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന RBC എന്ന് പറയുന്ന നമ്മുടെ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് എതിരായി കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ കൊടുത്തിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഈ വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം പേരും ഇത് കണ്ടിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഈ വാർത്തയെ ഞാനൊന്ന് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഈ വാർത്തയുടെ ലേഔട്ടും ഡിസൈനും ഒക്കെ തയ്യാറാക്കിയതിൽ എനിക്ക് മനോരമയോട് വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. കാരണം ഇത് വളരെ ഗംഭീരമായിട്ടാണ് തയ്യാറാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം 126 കോടി രൂപ ബും എന്നാണ് പറഞ്ഞേക്കണം. ഈ ബും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാൻ പോകുന്നത് ആരുടെയോ 166 കോടി രൂപ പോയി എന്നുള്ളതാണ്. ആരുടെയോ എന്നുള്ളതല്ല, നമ്മുടെ പൊതുജനങ്ങളുടെ 126 കോടി രൂപ പോയി എന്നുള്ളതാണ് വിചാരിക്കാൻ പോകുന്നത്. കൂടാതെ മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് ഫൗൾ എന്നാണ് ഇട്ടേക്കുന്നത്. അതും നല്ല ഗംഭീരമായിട്ടുള്ള ഹെഡിങ് ആണ്. കൂടാതെ ഏറ്റവും ഒടുവിൽ ഇവിടെ ബൈജു വരച്ചേക്കുന്ന ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. ആ കാർട്ടൂൺ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കേരളം മൊത്തം കളിപ്പിച്ചു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സി ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് അബ്ദുറഹ്മാനോടാണ് ചോദിക്കുന്നത്, മുൻ കായിക വകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹം ആകെ പരിഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. പക്ഷേ ഈ വാർത്തയുടെ ആകെത്തുക നമ്മൾ പരിശോധിച്ചാൽ ഒരൊറ്റ കാര്യം ഇതിനകത്ത് കണ്ടെത്താൻ കഴിയൂ. കാരണം ഇത് മുഴുവൻ ഒരു പുകമറയാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇനി ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ മറുനാടൻ ഷാജൻ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മൗദൂദിസ്റ്റ് ചാനലുകൾ ആയിട്ടുള്ള ആളുകൾ അവരും മീഡിയ വണ്ണുമൊക്കെ തന്നെ ചില ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വരാം. കാരണം ഈ ചർച്ചകളിലെല്ലാം ഉള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളി തൊലി പൊളിച്ച പോലെ എന്ന് പറയും. നമ്മൾ പൊളിച്ച് വരുമ്പോൾ അകത്തൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് കേൾക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ എനിക്ക് ചിലപ്പോൾ CPM-നോട് അനുഭവം ഉള്ളതുകൊണ്ടാണോ മറ്റേതെങ്കിലും കാര്യങ്ങളോട് അനുഭവം ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെ തോന്നാം. അതൊക്കെ നിങ്ങളുടെ തോന്നലനുസരിച്ച് എടുത്തോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പറയാനുള്ളൊരു കാര്യം, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, അതായത് കിട്ടുന്ന രേഖകളുടെയും കൃത്യമായിട്ടുള്ള വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ആ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് ഞാൻ ഏറ്റുപറയുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞോട്ടെ. സത്യമറിയാൻ താല്പര്യമുള്ള നിങ്ങൾ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, രാഷ്ട്രീയ ജനതാക്കളായിക്കോട്ടെ, മറ്റേതെങ്കിലും പാർട്ടികളായിക്കോട്ടെ, സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ, അതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ച് വിഷയം നിങ്ങളോട് യാഥാർത്ഥ്യവും സത്യവും കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറത്തൊരു പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്നലെ തന്നെ ഈ വാർത്ത വായിച്ചിട്ട് ഞാൻ അമ്പരന്ന് പോയി. കാരണം ഈ വാർത്തയിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലായില്ല. പിന്നീട് വൈകുന്നേരം എന്താണെങ്കിലും റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ കൂടി വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ വന്നതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇത് വൈകിയത്. ഇനി നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. ഈ വാർത്തയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് സ്പോൺസർ നൽകിയെന്ന് പറയുന്ന 126 കോടി രൂപയുടെ രേഖകൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. രേഖകളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. കാരണം ഞാൻ പറയുന്നത് ഇനി രേഖകളൊന്നുമില്ലെന്ന് തന്നെ വിചാരിക്കുക. ഈ ഒന്നുമില്ല എന്ന് പറയാനുള്ള കാര്യം, കേരള ഗവൺമെൻറ് 126 കോടി രൂപ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തതാണെങ്കിൽ ഇനി രേഖയില്ലെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നാം. കാരണം നമ്മുടെയൊക്കെ ടാക്സ് മണിയാണ്. പക്ഷേ ഇത് കൊടുത്തേക്കണത് ആൻഡോ അഗസ്റ്റിനാണ്. ഈ ആൻഡോ അഗസ്റ്റിൻ 126 കോടി രൂപ കൊടുത്തു. ഇനി നമുക്ക് രേഖയില്ലെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? ഇനി രേഖ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ള ആളുകൾ, അതായത് അജയ് ബെൻ, തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ രേഖയുണ്ട്, പണം കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം അയച്ചേക്കുന്ന റെസിപ്റ്റ് ഉണ്ട്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. കൂടാതെ അദ്ദേഹത്തിന് കൃത്യമായി അവിടെ നിന്ന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് ലെറ്ററും അയച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വാചകം തന്നെ പൊളിയുന്നു. ഈ യെല്ലോ പേജിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുള്ള വാചകം തന്നെ പൊളിയുന്നു. ഓക്കെ, ഒന്ന് രേഖയില്ലെങ്കിലും നമ്മുടെ കുഴപ്പമില്ലല്ലോ, പുള്ളിയുടെ കാശ് പോയെങ്കിൽ നമുക്കെന്താണ്, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഈ വാർത്ത.
കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമാണെന്ന് കായിക വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. ഇത് യഥാർത്ഥത്തിൽ മനോരമയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അർഹതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കായിക വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള പഴയ കളക്ടർ പുറമായിട്ടുള്ള പ്രശാന്ത് അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പോലീസുകാരോ ഇതുപോലെയുള്ള ആരെങ്കിലുമോ റിപ്പോർട്ട് എഴുതി തരുന്നത് അങ്ങനെ തന്നെ തൊടാതെ വിഴുങ്ങേണ്ടതാണ് മികച്ച മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഞാൻ വിചാരിക്കത്തില്ല. മികച്ച മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ റിസർച്ച് ചെയ്തിട്ട് വേണം, പ്രത്യേകിച്ചും മനോരമ പോലൊരു പത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാൻ. പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ണടച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിൽ ചട്ടലംഘനമുണ്ട് എന്നുള്ളത് പ്രശാന്ത് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നമുക്ക് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്നെങ്കിലും പറയാം. പക്ഷേ ഇതിൽ കോടികളുടെ തട്ടിപ്പെന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഒന്ന് പറഞ്ഞു. ആരുടെ കോടികൾ ആരാണ് തട്ടിയെടുത്തത് എന്നൊന്ന് പറയൂ. എനിക്ക് ആൻഡോ അഗസ്റ്റിനോടോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിനോടോ എനിക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമുണ്ടാവുകയോ എന്നെ അവർ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയോ ഒരു ചായ മേടിച്ച് തരികയോ പോലും ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം സത്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയണം, എന്താണ് ഈ കോടികളുടെ തട്ടിപ്പ്? ആരുടെയെങ്കിലും ₹1 പോയതായിട്ട് പരാതിയുണ്ടോ? ഈ നാട്ടിലുള്ള ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് പണം ഇവർ പിരിച്ചോ? ഇവർ ടിക്കറ്റ് വിറ്റോ? ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും പണം പോയോ? സർക്കാരിൻ്റെ ഒരു ₹100 അധികമൊന്നും വേണ്ട, ₹100 അതിനകത്തുണ്ടോ? ഇല്ലേ? യഥാർത്ഥത്തിൽ ആൻഡോ അഗസ്റ്റിൻ്റെ പണം 126 കോടി രൂപ അത് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ അയച്ചു കൊടുത്തതിന് ചില ആളുകൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഷാജനടക്കം അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വൺ അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. മീഡിയ വൺ പിന്നെ ഇരുട്ടുമുറിക്കകത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തിനും ദുരൂഹത തോന്നും. ഷാജൻ പറയുന്നത് ഈ പണം എവിടെ നിന്നാണ്, ഇതിൻ്റെ സോഴ്സ് എന്താണ്, അതൊക്കെ പരിശോധിക്കണം എന്നാണ്. അതൊക്കെ പരിശോധിച്ചു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ 126 കോടി രൂപയിൽ ₹1 ആരുടെയെങ്കിലും പറ്റിച്ചു എന്ന് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് തട്ടിപ്പാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം ഈ വാർത്തയിലില്ല എന്നുള്ളത് ഞാൻ വളരെ കാറ്റഗോറിക്കലി ദൃഢമായി പറയട്ടെ. ഏതൊരു ലീഡിംഗ് ആയിട്ടുള്ള ഏതൊരു മാധ്യമ പ്രവർത്തകനോ ജേർണലിസ്റ്റിനെയോ വിളിച്ചു ചോദിച്ചാലും അവർ കൃത്യമായിട്ട് പറയും ഇതെന്താണ്, ഈ വാർത്തയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഒക്കെ അറിയാം ഈ വാർത്തയിൽ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു പുക ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, പുകമറ സൃഷ്ടിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി അന്നത്തെ മൂല്യം 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുമ്പോൾ പണം അയച്ചതിൻ്റെയോ ടീം കൈപ്പറ്റിയതിൻ്റെയോ ഒരു രേഖയുമില്ല. രേഖകളുണ്ട്. ഇന്നലെ അത് കൃത്യമായിട്ട് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കയ്യിൽ രേഖകളുണ്ട്. പക്ഷെ അത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ടിട്ട് എഗ്രിമെൻറ്റോ മറ്റ് രേഖകളോ ഒന്നും തന്നെ അവർക്ക് മുഴുവനായും പുറത്തേക്ക് വിടാൻ കഴിയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 126 കോടി രൂപ കൊടുത്തത് തിരികെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇൻ്റർനാഷണൽ കോർട്ടിൽ ആർബിട്രേഷനിലേക്ക് പോയേക്കാണ്. അപ്പോൾ ആർബിട്രേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സിറ്റിംഗ് കഴിഞ്ഞു, രണ്ടാമത്തേത് കൂടി ആകുമ്പോൾ അവർക്ക് തിരികെ ഈ പണം കിട്ടും. അപ്പോൾ തിരികെ പണം കിട്ടും. പിന്നെ ഇതിൻ്റെ പുറകിൽ ദുരൂഹത ആവശ്യപ്പെടാം, 126 കോടി രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് ആവശ്യപ്പെടാം, അദ്ദേഹത്തിൻ്റെ കമ്പനികൾക്ക് ലാഭമുണ്ടോ എന്ന് ആവശ്യപ്പെടാം. അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഞാനടക്കമുള്ള ആളുകൾ അത്തരം പല കാര്യങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷേ ഇതിൽ ഈ 126 കോടി രൂപ ബും എന്ന് പറഞ്ഞു പോയത് ആരുടേതാണെന്നും 126 കോടി രൂപ തട്ടിപ്പ് എന്താണെന്നുള്ളതും എനിക്കൊന്ന് വിശദമാക്കി തരൂ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇതിൽ മറുനാടൻ ഷാജൻ മാത്രം അതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. ആ മറുനാടൻ ഷാജൻ നൽകുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഷാജൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഈവൻറ്റ് മാനേജർ ആയിരുന്നു. ആര്? നമ്മുടെ ആൻഡോ അഗസ്റ്റിനും അതുപോലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും. അപ്പോൾ അവർ മറ്റുള്ള നിരവധി പേരോട് പണം പിരിച്ചിട്ടുണ്ട്. അതിൽ ഗോകുലം ഗോപാലനുണ്ട്, മറ്റുള്ള ആളുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറയാം, കുഴപ്പമില്ല, വെറുതെ വായിട്ടടിക്കാം എന്നുള്ളതൊക്കെ. പക്ഷെ അതിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? പിന്നെ
അദ്ദേഹം നേരത്തെ മാംഗോ ഫോൺ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചില കാനറ ബാങ്കിന് പണം കൊടുക്കാനുണ്ടായിരുന്നു, ചിലപ്പോൾ ബിസിനസ്സുകളൊക്കെ നടത്തി പല ബുദ്ധിമുട്ടുകളൊക്കെ വരെ, അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ പണം കൊടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ചില ബിസിനസ്സുകൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മുട്ടിൽ മരമുറി കേസുണ്ട്. ഇതൊക്കെ ഫാക്റ്റാണ്, അതൊക്കെ പറഞ്ഞാൽ നമ്മൾ എതിർക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താണ് തട്ടിപ്പ് എന്നുള്ളത് നമുക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഇനി അടുത്തത്, എന്തിന് FFAയും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിൻ്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാറുള്ളതിൻ്റെയോ പോലും രേഖകളില്ല. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ് കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മന്ത്രി OJ ജനീഷ് നൽകിയത്. ആയിക്കോട്ടെ, ഇതിൽ ഏറ്റവും വലിയ തമാശ എനിക്ക് തോന്നുന്നത്, ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇത് രണ്ടുമുണ്ടെങ്കിൽ RBIയുടെ അടക്കം കൃത്യമായ ഉത്തരവ് മേടിച്ചുകൊണ്ട്, അനുമതി മേടിച്ചുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നറിയില്ല. പക്ഷേ ഇനി വേണമെങ്കിൽ അന്വേഷണം നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ 126 കോടി രൂപ കൊടുത്തു എന്നാണ് നമ്മുടെ അജിംസൊക്കെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അജിംസ് മീഡിയ വണ്ണിൽ എന്ന് പറയുന്നത് ഈ കാശ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ കാശ് കൊടുത്തിട്ടുള്ള കമ്പനി തന്നെ തട്ടിപ്പാണ്, അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആ കമ്പനി, അതായത് ആ കമ്പനിയെക്കുറിച്ച് വളരെ കൃത്യമായി DNB റിപ്പോർട്ട് എടുത്ത്, DNB റിപ്പോർട്ട് ഇപ്പോൾ എന്താണെന്നൊന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. അവരുടെ ഒരു ഇതുവരെയുള്ള പ്രവർത്തനം, അവരുടെ ബാങ്ക് ഇടപാടുകൾ, അവരുടെ കമ്പനി എന്നാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അവരുടെ ട്രാൻസാക്ഷൻസ് എത്രത്തോളം പ്രോപ്പറാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ബാങ്ക് വഴി DNB റിപ്പോർട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ പല ഇമ്പോർട്ട് എക്സ്പോർട്ടിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, കാരണം പണം അയച്ചു കൊടുക്കുന്നതിനും. അപ്പോൾ അത്തരത്തിൽ റിപ്പോർട്ട് എടുത്ത് വളരെ കൃത്യമായി ആ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് അയച്ചതെന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. ഇനി അത് ആൻഡോ അഗസ്റ്റിൻ അയച്ചു, ആ കമ്പനി എന്തെങ്കിലും ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പുറത്തൊരു ഉത്തരവാദിത്വമില്ല. കൂടാതെ ഇവരിൽ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനൊക്കെ തട്ടിപ്പാണ്. കാരണം ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് ചെന്നാൽ, യഥാർത്ഥത്തിൽ അവരുടെ അക്കൗണ്ടിൽ ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടത്തെയുള്ള ചെറിയ ക്ലബ്ബുകളുടെയൊക്കെ ഫുട്ബോളിൻ്റെ വികസനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പറയുന്ന പണം അവിടുത്തെ അമേരിക്കയിലൊരു കമ്പനി അത് മേടിക്കുകയും ആ കമ്പനി 30% എടുക്കുകയും ആ 30% എടുത്തതിന് ശേഷം ഇവരുടെയൊക്കെ ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ വലിയ വലിയ ആളുകളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇല്ലീഗലായി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ആൻഡോ അഗസ്റ്റിൻ്റെ ബാധ്യതയുള്ള കാര്യമില്ല. കാരണം ആൻഡോ അഗസ്റ്റിനെ സംബന്ധിച്ചോളം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പനി ഇതാണ്, ഈ ടൂർബോണ്ട കമ്പനിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യൂ, ഇതിൻ്റെ കൃത്യമായിട്ട് എന്ത് ചെയ്യൂ, അത് അയച്ചോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഞങ്ങൾ ഓതറൈസ് ചെയ്യുന്നു, അവരാണ് ഞങ്ങൾക്ക് വേണ്ടി പണം മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇനി അവരെന്ത് ചെയ്യുന്നു, അവരാ പണം കൊടുത്തോ തിരിച്ചു കൊടുത്തോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഈ പണം കൊടുത്തിട്ടുണ്ടെന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ കോർട്ടിൽ അദ്ദേഹം ആർബിട്രേഷന് വേണ്ടി നിൽക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തതയും ഈ വാർത്തയിലില്ല. വാർത്ത എങ്ങനെ എഴുതരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണിത്. ഇനി US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന അഴിമതി നൽകുന്നത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അത് നമുക്കറിയില്ല, അന്വേഷണം നേരിടുന്നവരാണെങ്കിലും അതൊക്കെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തലവേദനയാണ്, അതൊന്നും ഇവരറിയേണ്ട കാര്യമില്ല. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്ര അനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിൻ്റെ രേഖകളൊന്നും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. അർജന്റീനിയൻ ടീമിൻ്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പോയിന്റ് ഇതിൽ ആരെയാണ് പറ്റിച്ചത്, ആരുടെ പണമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആൻഡോ അഗസ്റ്റിൻ്റെ പണം തന്നെ പറ്റിച്ചു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം 126 കോടി രൂപ പോയി, അത് ഇവർ തന്നെ പറ്റിച്ചു എന്നാണ്. അതേസമയം അർജന്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിക്കാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും. 126 കോടി പണം കൈമാറ്റത്തിൽ 22.68 കോടി രൂപ സേവന നികുതി അടക്കണമെന്ന് ആവശ്യപ്പെട്ട് GST വകുപ്പ് അടുത്തിടെ സ്പോൺസർക്ക് സമൻസ് അയച്ചിരുന്നു. ഇത് ഈ വാർത്തയുടെ ഏറ്റവും ആദ്യത്തെ കാര്യത്തിന് കോൺട്രാഡിക്ഷനായിട്ടുള്ള വളരെ വൈരുദ്ധ്യമുള്ള ഒരു വാർത്തയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് സ്പോൺസർ നൽകിയെന്ന് പറയുന്ന 126 കോടി രൂപയുടെ രേഖകൾ ഒന്നുമില്ല എന്നാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ രേഖകളൊന്നുമില്ല, പുള്ളി പണവും കൊടുത്തിട്ടില്ല, വെറുതെ നമ്മളോടൊക്കെ കള്ളം പറഞ്ഞതാണ് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ GST ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിൻ്റെ GST കൂടി അടക്കണം എന്നുള്ളതാണ് ഇവരെന്ത് ചെയ്തേക്കുന്നത്. 18% GST കൂടി അടക്കണമെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു സർവീസ് നടക്കാത്ത സ്ഥിതിക്ക്, ആ പണം തിരികെ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ GST അടക്കണമെന്ന് എങ്ങനെയാണ് നിർബന്ധിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഇനി അടുത്തത്, ഇമെയിൽ മാത്രം സാക്ഷി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇമെയിൽ അത്ര ചെറിയ കാര്യമല്ല, പക്ഷേങ്കിൽ ഇമെയിൽ മാത്രം സാക്ഷി. AFA പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിലുള്ളത്. 2 വർഷത്തിന് ശേഷം ഇവർ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് വാർത്ത. എന്ന് പറഞ്ഞാൽ ഈ വാർത്തയുടെ ഏതാണ്ട് ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുക മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിഗരറ്റൂറ്റി ഇല്ലാതെ പോലും അതിൻ്റെ പുക സൃഷ്ടിക്കുന്ന ഒരു പണിയാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഇനി ആ കത്തയച്ചതും സ്പോൺസർ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കോളം ന്യൂസ് കൂടി ഉണ്ട്, അതുകൂടി വായിക്കണം. അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിനെ മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ടാൻ ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യ കത്തയച്ചത്. അതിന് 20 ദിവസം മുമ്പ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യത്തെ സ്ഥാപനത്തിനെന്ന് റിപ്പോർട്ടറിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു കമ്പനി ഞങ്ങളുടെ സ്ഥാപനത്തിലില്ല, ഇത് തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഞാനോ നിങ്ങളോ ഏതെങ്കിലും യൂട്യൂബറോ അല്ലെങ്കിൽ നാളെ മാധ്യമങ്ങളോ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെയല്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് പെർ ഡേ ഏതാണ്ട് ഒരു 10,000 രൂപയെടുത്ത് പ്രതിഫലം കൊടുക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള മിടുക്കും കഴിവും ഉപയോഗിച്ച് പെർ ഡേ ഒരു 3 ലക്ഷം രൂപ എടുത്ത് ഒരു ശമ്പളവും പെർക്സും ഒക്കെ കൂടി, അപ്പോൾ ഏറ്റവും കുറഞ്ഞത് അത് കൊടുക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തെറ്റായിട്ടാണ് എഴുതിയിട്ടുണ്ടായെങ്കിൽ അതിനെതിരെ തീർച്ചയായിട്ടും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലും ആൻഡോ അഗസ്റ്റിനും ഒക്കെ കോടതിയിൽ പോകേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ. മനോരമയുടേത് ഈ ഏജൻസി ഏതാണെന്ന് പറയാതെയാണ് അമേരിക്കയിൽ അന്വേഷണം നേരിടുന്നു എന്നൊക്കെ പറഞ്ഞേക്കണത്. കാരണം അത് ഈ ഡിഫോമേഷൻ കേസോ മറ്റേതെങ്കിലും പുലിവാലുകളോ വരാതിരിക്കാൻ വേണ്ടി ആ ഏജൻസിയുടെ പേര് കൃത്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കറക്റ്റാണ്, ടെൻഡർ ഇല്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയതിലെ വീഴ്ചയും പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കറിയില്ല. പക്ഷെ അതും ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്താണെന്നാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെ മാത്രമായിട്ട് അപ്രോച്ച് ചെയ്യാൻ വഴിയില്ല, മറ്റ് നിരവധി ആളുകളെ അപ്രോച്ച് ചെയ്യാൻ വഴിയുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ചെറിയ ടൈലൻഡ് കൂടിയുണ്ട്. അത് സ്പെയിനിൽ പോയത് വിവാദമെന്നാണ്. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനെന്ന പേരിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ 2024 സെപ്റ്റംബറിൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജോബ്നാഥ്, ഡയറക്ടർ പി വിഷ്ണുനാഥ് എന്നിവർക്കൊപ്പം ഒരാഴ്ചയോളം സ്പെയിനിൽ പര്യടനം നടത്തി. എന്നാൽ AFA ക്ഷണിച്ചതിൻ്റെ രേഖകളൊന്നും സർക്കാരിൻ്റെ കൈവശമില്ല. ആരുമായാണ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്നും വ്യക്തമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ തന്നെ വളരെ കൃത്യമായി ഒരു പുകമറ മാത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ ചോദ്യം, ആരുടെ പണമാണ് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെ പണമാണ് പോയത്? നമുക്ക് വേണമെങ്കിൽ പറയാം മെസ്സി വരുമെന്ന്, വേണമെങ്കിൽ ഇദ്ദേഹം കള്ളം പറഞ്ഞു എന്നുള്ളതൊക്കെ പറയാം, അല്ലെങ്കിൽ നുണ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയാം. പക്ഷേ പണം തട്ടിച്ചു എന്ന് പറയാൻ എന്താണ്? കള്ളം പറഞ്ഞു എന്ന് പറയാനൊരു സാധ്യതയില്ല. കാരണം അദ്ദേഹം 126 കോടി രൂപ അയച്ചു. അപ്പോൾ 126 കോടി രൂപ അയക്കുകയും അവിടെ നിന്ന് വരാമെന്ന് കൺഫർമേഷൻ കിട്ടുകയും അതിനുശേഷം അവർ വരാൻ കഴിയാതിരിക്കുകയും അവർ മറ്റൊരു രാജ്യത്ത് കളിക്കുകയും എന്നാൽ നമ്മളോടൊപ്പം പറഞ്ഞിരുന്നൊരു രാജ്യത്ത് കളിക്കാതിരിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ എല്ലാം എക്സ്പോസ്റ്റുകളും അതുപോലെ തന്നെ ട്വീറ്റുകളുമൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഈ പണം പൊട്ടി ബും 126 കോടി ബും ആയത് ആരുടേതാണ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇത് മനോരമയുടെ ഈ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും ആണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇതിൽ 1 രൂപ ആരുടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഷാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഷാജൻ പറയുന്നത് ഇത് മറ്റേ വേറെ സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു, ഇതിപ്പോൾ ഒരു ഈവൻറ്റ് മാനേജറായിരുന്നു എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഇനി അടുത്തൊരു വാചകവും കൂടി, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജൻ്റെ മറ്റൊരു വാർത്ത, വല വിരിച്ച് EDയും ആൻഡോ മുതലാളി ചാനൽ പൂട്ടി ജയിലിലേക്ക്
എന്താണെങ്കിലും ചാനൽ പൂട്ടിപ്പോകുമെന്നാണ് ആ വാർത്തയിൽ കൊടുത്തേക്കുന്ന ഒരു വാചകം കൂടി എന്നെ രസിപ്പിച്ചു. ആ രസിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അരുൺകുമാർ ഈ ചാനലൊക്കെ പൂട്ടും, എന്തായാലും ഇത്തവണ പെടും, കാരണം ED വലവരിച്ചിട്ടുണ്ട്, കൂടാതെ പെടുമ്പോഴേക്കും അരുൺകുമാർ ബിഗ് TV പോകുമെന്നാണ്. എന്തടിസ്ഥാനമാണ് ഇത്തരം വാർത്തകൾക്കുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് ആ റിപ്പോർട്ടർ TVയുടെ ഒപ്പം നിൽക്കാനാണ് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ കാസർഗോഡ് നിന്ന് ഒരാളെ മയക്കുമരുന്ന് 138 ഗ്രാം മയക്കുമരുന്നുമായി പിടികൂടുകയും ആ പിടികൂടിയിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ VD സതീശൻ്റെ സോഷ്യൽ മീഡിയ ടീമിലെ പ്രധാനിയുമായിരുന്നു എന്ന് പറയുന്ന നിരവധി ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ്റുകളെ ചോദ്യം ചെയ്യുന്നൊരു വാർത്ത ഉണ്ടാവാതിരിക്കുകയും പകരം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതും അത് മറ്റു മാധ്യമങ്ങൾ ക്യാരി ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് അറിയണം. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയൊക്കെ രാജിവെക്കേണ്ടതാണ് ഇന്നലെ തന്നെ. കാരണം വാറണ്ട് പുറപ്പെടുവിച്ച ആളെങ്ങനെയാണ് മറ്റേ ചാനലിൽ വന്നിരുന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാൻ ആ സമയത്ത് കണ്ടില്ല, ഞാൻ യാത്രകളിലായിരുന്നു, ഏഷ്യാനെറ്റ് അദ്ദേഹം കീഴടങ്ങിയെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് എന്ന് കേട്ടു. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല, യഥാർത്ഥത്തിൽ ഇതൊരു മാധ്യമ വ്യഭിചാരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത ആളെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ കൊടുക്കൂ. അല്ലാതെ ഇതുപോലെയുള്ള മറ്റേ പുകകൾ എന്ത് ചെയ്യരുത്, പുകമറ മാത്രം സൃഷ്ടിക്കരുത്. ആ പുക ഒരു നാൾ മാഞ്ഞു പോവുകയും അവരിവിടെ നിലനിൽക്കുകയും ചെയ്യും. സത്യം അവരുടെ ഭാഗത്താണെങ്കിൽ, അതല്ല കൂടുതൽ അന്വേഷണം നടത്തി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കൊണ്ടുവരൂ എന്നാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോഴും ഒരു ചോദ്യം വളരെ കൃത്യമാണ്, ഇത് തട്ടിപ്പാണെങ്കിൽ ആരുടെ പണമാണ് തട്ടിച്ചത്? ആരുടെ പണമാണ് തട്ടിച്ചത്? അങ്ങനെ ഒരാൾ ഇല്ലാത്തതെന്നുകൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ പണമല്ല, ഗവൺമെൻറ് 1 രൂപ കൊടുത്തിട്ടില്ല, പിന്നെ ആരുടെ പണമാണ് തട്ടിച്ചത്?